ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അഗ്ലോണിമയുടെ പ്ലാന്റ്സ് ആണ്. സിംഗിൾ പ്ലാന്റ്സും ഉണ്ട് നമുക്ക് സെയിലിനായിട്ട്, പിന്നെ കോംബോയും ഉണ്ട് കേട്ടോ. നമുക്ക് 2 കോംബോ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സെയിലിനായിട്ടുള്ളത് കേട്ടോ. ചെറിയ പ്രൈസിൻ്റെ കോംബോ ആണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ ഓരോന്നായിട്ട് പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന്റ്സിൽ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് അജുമാനി പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണേ. കണ്ടില്ലേ, വാലന്റൈൻ അല്ല കേട്ടത്, അജുമാനി പിങ്ക് ആണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 200 രൂപയാണ് കേട്ടോ അജുമാനി പിങ്കിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് സൈസ് കേട്ടോ പ്ലാന്റിൻ്റെ. പിന്നെ സെക്കൻഡ് പ്ലാന്റ് വന്നിട്ട് പിങ്ക് സോഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 230 കേട്ടോ പിങ്ക് സോഡിന് റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ട് റൈസ് ലീഫിൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട്, റൈസ് നാരോ. ഇതിന് റേറ്റ് വന്നിട്ട് 150 റൈസ് നാരോയ്ക്ക് റേറ്റ് വരുന്നത്. പിന്നെ നമുക്കിതിനകത്തുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഗ്രീൻ ലിസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത്യാവശ്യം പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഗ്രീൻ ലിസ. ഇത് ഷൂട്ടുകളുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു പ്ലാന്റാണ് ഇത് കാണുന്നത്. പിന്നെ ഇത് വേറൊരു ഷൂട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ 3 ലീഫായിട്ട് വേറൊരു ഷൂട്ടായുള്ള പ്ലാന്റാണ്. പിന്നെ ഈ സൈഡിലും 2 ലീഫുള്ളൊരു ഇത് വന്നിട്ടുണ്ട്, ഒരു ഷൂട്ടും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2-3 ഷൂട്ടുള്ള പ്ലാന്റാണ് ഇത് ഗ്രീൻ ലിസ. ഇതിന് റേറ്റ് വന്നിട്ട് 330 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റിയാണ് കേട്ടോ. സിംഗിൾ പ്ലാന്റിന് തന്നെ 300-350 റേറ്റ് ഇതിന് വരുന്നുണ്ട് കേട്ടോ ഗ്രീൻ ലിസയ്ക്ക്. ഇതിൽ ഒരു പ്ലാന്റും ഒരു 3-4 ലീഫുള്ളൊരു ഷൂട്ടും പിന്നെ ബേബി ഷൂട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റാണിത് ഗ്രീൻ ലിസ. പിന്നെ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നമ്മളിത് കട വരെ താഴ്ത്തിയാണ് പോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, അത്യാവശ്യം താഴ്ത്തി. പിന്നെ നമുക്ക് വരുന്നത് ഇത് വന്നിട്ട് ക്യാബേജാണ്, പിങ്ക് ക്യാബേജിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതേ കണ്ടോ, അത്യാവശ്യം മദറായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്. കട കണ്ടോ, ഞാൻ നന്നായി താഴ്ത്തിയാണ് പോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് റേറ്റ് വന്നിട്ട് 280 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ നമുക്ക്. പിന്നെ നമുക്കിതിനകത്ത് വരുന്നത് ഗ്രീൻ ലഗാജിയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഗ്രീൻ അല്ല, വൈറ്റ് ലഗാജിയാണ്. വൈറ്റ് ലഗാജിയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടില്ല, നല്ല കടയുള്ള പ്ലാന്റാണ്. 220 രൂപയാണ് കേട്ടോ മദർ പ്ലാന്റിന്. വൈറ്റ് ലക്കാച്ചിയുടെ മദർ പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 കേട്ടോ. ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് ഉണ്ട്, പക്ഷെ ഞാൻ ഒരു ഏകദേശം കോമൺ സൈസ് കാണിച്ചതാണ്. കാരണം ഒത്തിരി വലുത് കാണിച്ചാൽ പിന്നെ എല്ലാവരും അതന്നെ ചോദിക്കും. അപ്പം നമ്മൾ ഒരു മീഡിയം ഒരു സൈസ് അത്യാവശ്യം കണ്ടോ ലെങ്ത് ആയുള്ള പ്ലാന്റാണ്. 220 കേട്ടോ മദർ പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇത് കേട്ടോ. ഇത് നമ്മുടെ 10 ക്യാരറ്റ് ഇല്ലേ, 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. ഒത്തിരി വലിയ സൈസൊന്നുമല്ല കേട്ടോ. ഇതിൽ കാണുന്ന ഈ ഒരു സൈസ് ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ സൈസ് ഇപ്പോൾ എന്തോരം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ അകത്തി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതാണ് സൈസ് വരുന്നത് 10 ക്യാരറ്റിൻ്റെ. കണ്ടില്ലേ, 200 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇത് ഒറ്റ ഒരെണ്ണമുള്ളൂ, 200 റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ്. ഇത് വന്നിട്ട് നമ്മുടെ എലിയൻ എന്ന് പറഞ്ഞ വെറൈറ്റി ഇല്ലേ, അതാണ് കേട്ടോ എലിയൻ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് 2 ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. കണ്ട, ഇത് ഒരു ഷൂട്ട് ഇത്ര വരുന്നത് ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് അതിൻ്റെ മദർ പ്ലാന്റും ആണ് കേട്ടോ. കണ്ടില്ലേ, 2 ഷൂട്ടായുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ട് 250 കേട്ടോ റേറ്റ് വരുന്നത്. ഒരു മദർ പ്ലാന്റും പിന്നെ അതിൻ്റെ തന്നെ ഒരു പ്ലാന്റും ഉണ്ട്. തീരെ ചെറുതൊന്നല്ല, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ, ഈ ഒരു വെറൈറ്റി. കണ്ടില്ലേ, ഇതിനത് ഒരു മദർ പ്ലാന്റും പിന്നെ അതുപോലെ തന്നെ 2 ബേബി പ്ലാന്റും ഉണ്ട് കേട്ടോ. കണ്ടോ, 1 2, പിന്നെ ഒരു മദർ പ്ലാന്റ് കേട്ടോ, ഫ്ലവറൊക്കെ വന്ന പ്ലാന്റാണ്. ഇതിനും റേറ്റ് വന്നിട്ട് 250 കേട്ടോ. ഇങ്ങനെ ഫുൾ പോട്ടോട് കൂടി വീട്ടിൽ വെക്കുന്നവർക്കാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, പെട്ടെന്ന് ഗ്രോത്ത് വരും. നമ്മളിത് പറിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് കോബ്രയുടെ പ്ലാന്റ് ആണേ. കണ്ടോ, കോബ്രയുടെ 170 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് 1-2 കാണുള്ളൂ കേട്ടോ, അധികം ഇല്ല, ബാക്കിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ഗ്രീൻ ലഗാച്ചി. ഞാൻ ഇതുള്ള കാരണം അതും തെറ്റി പറയാം. ഗ്രീൻ ലഗാച്ചിയാണിത്, മറ്റേത് വൈറ്റും. ഇത് ഗ്രീൻ ലഗാച്ചിയുടെ മദറായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 200 കേട്ടോ ഗ്രീൻ ലഗാച്ചിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളത്
രണ്ട് കോംബോകളാണ് കേട്ടോ. ഇത് വന്നിട്ട് അഗ്ലോണിമയുടെ കോംബോകളാണ്. ചെറിയ പ്രൈസിൻ്റെയാണ്, 450 രൂപയുടെ കോംബോകളാണ് കേട്ടോ. രണ്ടും ഓരോ സെറ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൽ വരുന്നത് ഒരു പിങ്ക് ഡാൽമൻഷൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പിങ്ക് ഡാൽമൻഷൻ. ഇത് വന്നിട്ടൊരു ഗ്രീൻ പപ്പായ, ഇത് ഒരു റൈസ് ലീഫ്, പിന്നെ ഇത് വന്നിട്ട് വൈറ്റ് ലഗാച്ചി. പിന്നെ നമുക്ക് ഈ കോംബോയ്ക്കകത്ത് വരുന്നത് ഇതാണ് കേട്ടോ, അജുമാനി പിങ്കിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ. 450 ആണ്, അതായത് 450 ആണ് കോംബോയുടെ റേറ്റ് വരുന്നത്. സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ഇത് വന്നിട്ട് ബ്ലാക്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് വന്നിട്ട് റെഡ് എമറാൾഡ്, പിന്നെ കോബ്രയുടെ ഒരു പ്ലാന്റ് വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ലക്കാച്ചി ഇല്ലേ, ലക്കാച്ചിയുടെ ഒരു പ്ലാന്റ്. ഇത് വന്നിട്ട് റെഡ് പനാമയുടെ പ്ലാന്റ് ആണ് കേട്ടോ. അതിവിടെ ഉണ്ടായിരുന്ന തൈയാണേ. അപ്പോൾ ഈ രണ്ട് കോംബോകളാണ് നമുക്ക് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. 450 ആണ് കേട്ടോ റേറ്റ് വരുന്നത് രണ്ട് കോംബോയുടെ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്ര പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതിലേതെങ്കിലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ അകത്തി പിടിക്കുമ്പോൾ, ഇതേ കണ്ടോ. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. മൺഡേ ആണ് നമുക്ക് ഇനി കൊറിയർ വരുന്നത് കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു പിക്ചർ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.